രണാസുനയുടെ നാശം തുടങ്ങിയിരിക്കുകയാണ്. രണാസുന കിച്ചുവിനെയും അതുപോലെ സുധീരെ വീട്ടുകാരെയും ഓരോന്ന് പറഞ്ഞതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രിപ്ഷനിലൂടെ ഒരു മാസം 3 ലക്ഷം സമ്പാദിക്കുന്ന രണാസുന, തുണി മാറ്റി കളിച്ചാണ് രണാസുന 3 ലക്ഷം രൂപ ഒരു മാസം സമ്പാദിക്കുന്നത്. അത് ആർക്കായാലും ഇഷ്ടപ്പെടില്ല. രണാസുന സബ്സ്ക്രിപ്ഷനിലൂടെ കാണിക്കുന്ന വേലകൾ. മോർണിംഗ് ഉമ്മ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ. നാണമില്ലല്ലടി നിനക്ക് ഇതേ കണക്ക് വന്നിരുന്ന് കാണിക്കുക. എന്നിട്ട് നീ വന്നിരുന്നും കൊണ്ട് ഓരോന്ന് പറയുമല്ല. എനിക്ക് ആൽബത്തിനിടയിൽ എനിക്ക് അവൾക്ക് ഇഷ്ടപ്പെടുന്ന വേഷം, അവൾക്ക് കംഫർട്ടെന്ന് തോന്നുന്ന വേഷം മാത്രമേ അവൾ ഇടുള്ളൂ. അവൾക്ക് അല്ലാതെയുള്ള വേഷങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പം അതിൻ്റെ തള്ളൊന്ന് കേൾക്കാം. കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാൾ. അപ്പം ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രണ്ടു, ഞാൻ അയച്ചു തരാം. അപ്പം റാസൽ ഗെയിമേ നിങ്ങൾക്കറിയാലോ, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ടാൽ ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രൊമോഷൻ കഴിയുമ്പോഴത്തേന് 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല. ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഇവള് വന്നിരുന്ന് മറ്റുള്ളവരെ മണ്ടയിൽ കയറുന്നത് എന്തിനാണ്? ബാക്കിയുള്ളവരെ എന്തിനാണ് പറയണത്? അവരാണ് ചെയ്യിക്കണ, ഇവരാണ് ചെയ്യിക്കണ. യഥാർത്ഥത്തില് രണാസുനയാണ് തെറിച്ചിത്തള്ള. ഉള്ളത് പറയാം, രണാസുനയാണ് തൈക്കളവി തെറിച്ചിത്തള്ള. ഓരോന്നും ഇരുന്ന് പറയുന്ന വേലകൾ കേൾക്കണം. നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ? ഇത്രയും മീഡിയക്കാരെ നീ വിളിച്ചു കൂട്ടി നീ ആഘോഷമാക്കുമല്ലോ. ഒരു ഷോർട്ട് ഫിലിം പിടിക്കാനായിരുന്നാലും, ഒരു ആൽബം ഷൂട്ടിനായിരുന്നാലും, ആൽബം പിടിക്കാനായിരുന്നാലും അവിടെ കുറേ മീഡിയക്കാരെ അങ്ങ് വിളിച്ച് വരുത്തും. ആര് വന്നില്ലെങ്കിൽ കുറേ എണ്ണത്തിനാണ്, 1, 2, 3 ഒന്നുമല്ല. എന്നിട്ട് പറയണത് എന്തോന്നാണ്? ഇവളല്ല വിളിച്ച് വരുത്തണമെന്ന്. ഇവളെ കാലെടുക്കാൻ പറയും, ഇവള് തുണി മാറ്റണത് പിടിക്കാൻ പറയും. ഓരോ അവയവ ഭാഗങ്ങളും സൂം ചെയ്താണ് യവന്മാരെടുത്ത് പിടിക്കാൻ പറയണത്. നാണമില്ലല്ലോ വന്നിരുന്ന് തള്ളാനായിട്ട്. എന്നിട്ട് ബാക്കിയുള്ളവരെ മണ്ടയ്ക്കാണ് കയറുന്നത്. ആൽബം ഷൂട്ടിനിടയിൽ എന്തോ തരികട കാണിച്ച് പുള്ളിക്കാരിയെ പറഞ്ഞു വിട്ട് നാണക്കേടാവുന്ന രീതിക്ക് എന്തോ ആ ആൽബം ഷൂട്ടിനിടയിൽ ഈ പുള്ളിക്കാരി കാണിച്ച് മദ്യപിച്ചിട്ടാങ്ങാണ്ടൊക്കെയാണ് ഈ ഷൂട്ടിൽ വരണത്. ഫുള്ള് മദ്യപാനമാണല്ലോ. ഇവള് തന്നെ പറയുന്നുണ്ട്, ഇവള് 24 മണിക്കൂർ ഇവള് വെള്ളം അടിച്ചാണ് നടക്കുന്നത്. അവിടെ ബാർ ഉദ്ഘാടനത്തിന് പോയിട്ട് അവിടെ ചെന്ന് ബാർ ഡാൻസ് കളിക്കുകയും ഇതെല്ലാം പുള്ളിക്കാരി തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കണം. അങ്ങനെയെങ്ങാണ്ട് ഈ രണാസുനായ ഈ ആൽബം ഷൂട്ടിനിടയിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അതിന് നേരെ തിരിച്ചാണ് വന്നിരുന്നോണ്ട് പറയണം. നാണക്കേട്. അതൊന്ന് കാണാം. വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുകയാണ്, ലിപ് ലോക്ക് ചെയ്യും, എനിക്ക് കുഴപ്പമില്ലല്ലോ. ലിപ് ലോക്ക് ചെയ്യാൻ നീ ആ ദാസപ്പൻ്റെ കൂടെയും അതുപോലെ തന്നെ പ്രതീഷിൻ്റെ കൂടെയും വേറൊരു കോഴിയായ അക്ഷയെന്ന അവൻ്റെ കൂടെയൊക്കെ നിനക്ക് നീ എന്തെല്ലാം കാണിച്ച്, എന്തെല്ലാം കോലങ്ങളാണ് രണാസുന നീ കാണിച്ചത്. അതുകൊണ്ട് ഇപ്പം എന്ത് നിനക്ക് ഈ ആൽബത്തിൽ ലിപ് ലോക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറയണത്? അതെന്ത് കാരണം അതങ്ങനെ പറയണത്? നീ ഇതിനപ്പുറമാണല്ലോ നീ കാണിച്ചു കൂട്ടിയത്. വടേര കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നാലും നീ എന്തെല്ലാണ് നീ മീഡിയയ്ക്ക് മുന്നിൽ നീ ഇട്ട് കൊടുത്തത്? നിനക്ക് നാണം ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്ന? നിൻ്റെ ശരീരം പ്രദർശിപ്പിച്ചല്ലേ നീ സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞ് അതിൽ കയറിയിരിക്കണം. പാതിരാത്രി തൊട്ട് വെളുക്കണത് വരെ മെമ്പർഷിപ്പ് എടുത്തും കൊണ്ട് ആളുകൾ കാണാതിരിക്കണം. കൊച്ചു കുട്ടികളല്ലേ അതിൻ്റെ അകത്ത് കയറി കിടക്കണത്. ഇപ്പം പറയണ് ലിപ് ലോക്ക് ചെയ്യാൻ വയ്യെന്ന്. ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അല്ല. നീ തെറിത്താത്ത എന്ന് പറഞ്ഞ അപ്പം നിന്നെ എന്തോന്നൊന്ന് വിളിക്കണ രണാസുന? നീ ഇരുന്നും കൊണ്ട് കാണിക്കണതാ
നീ ഇരുന്നും കൊണ്ട് ഓരോ കാര്യങ്ങൾ കമൻ്റ് ഇടുന്നവരെയൊക്കെ എന്തുമാത്രം ഞാൻ എത്ര കമൻറ്റ് കണ്ടിട്ടുണ്ടെന്ന്. ആരെങ്കിലും നിനക്കെതിരെ എന്തെങ്കിലും കമൻറ്റ് ഇടുമെങ്കിൽ നീ അതിന് റിപ്ലൈ കൊടുക്കണം. അത് ചീത്ത വിളിക്കും കണക്കാണ് നീ കൊടുക്കണം. ഞാൻ ഒരുപാട് സ്ഥലത്ത് നിൻ്റെ ഈ കമൻറ്റിന് ആ കമൻറ്റുകൾക്ക് നീ റിപ്ലൈ കൊടുക്കണത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവുകളിൽ ഇരുന്നായിരുന്നാലും നീ ആക്ഷേപങ്ങൾ പറയുന്നുണ്ട്, ചീത്ത വിളിക്കുന്നുണ്ട്. ഒരുപാട് ബിഷപ്പിനെയൊക്കെ എന്തെല്ലാണ് വിളിച്ചത്. അതിന് ഇപ്പം നീ വേറെ ഉള്ളവരെ പറയണ. അപ്പം സ്വയം അങ്ങോട്ട് ചിന്തിക്കണം കേട്ടോ. ആരാണ്? നീയാണ് മീഡിയയ്ക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തത്. വടേരെ കാര്യം പറഞ്ഞ് നീയാണ് മനഃപൂർവ്വം ഇട്ട് കൊടുത്തത്. അതുപോലെ ഒരു ഫ്ലാറ്റിൽ ഒരുത്തനുമായിട്ട് കഴിയുമെന്ന് നീയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ നിനക്ക് ഓരോ സ്ഥലത്ത് കാമുകന്മാരുണ്ടെന്ന് പറഞ്ഞതാരാണ്? രണാസുന. ബാക്കിയുള്ളവരാണ് നീയല്ലേ ഇട്ട് കൊടുത്തത്. പിന്നെന്തിനാണ് നീ ബാക്കിയുള്ളവരാ തെറിത്തള്ളാന്ന് വിളിക്കുക? നീയല്ലേ തൈക്കളവി? നീ കൊച്ചുകുട്ടിയാണ്. നിൻ്റെ വായിലിരിക്കണ കേൾക്കാൻ വേണ്ടിയാണ് ഈ മീഡിയക്കാർ വന്നിരുന്നും കൊണ്ട് തമന്നെ പോലെയാണ്, തമന്നേരെ വയറ് പോലെയാണ് എന്ന് പറയണതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? നിന്നെ വെറും കളിയാക്കണാണ്. നിനക്ക് തോന്നണത് നീ തമന്നെ പോലെയാണ് ഇരിക്കണേന്ന്. നിന്നെ കളിയാക്കിയാണ് പറയണത്. കാല് കാണാൻ നല്ല ഭംഗിയാണ്, ചെരുപ്പ് എത്ര രൂപയത്. നാണമില്ലല്ലോ ഇതൊക്കെ കേട്ടിട്ട് ഇനി റിപ്ലൈ കൊടുക്കാൻ. നിനക്ക് നെഗറ്റീവ് വേണമല്ലേ? എങ്കിൽ എന്നാൽ നീ ചിരിച്ച് തുണി മാറ്റുന്നു. മൊത്തത്തിൽ അങ്ങ് ഒരു വയ്ക്കുമ്പോൾ അതങ്ങ് കഴിഞ്ഞല്ലോ. പിന്നെന്തിനാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്നും പറഞ്ഞിരുന്നു കൊണ്ട് കുറേശ്ശെ മാറ്റി കളിച്ചിരിക്കണം? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഇതാക്കാമല്ലോ. അപ്പോൾ ഒരുപാട് പണം കിട്ടും. ഈ പണം കൊണ്ടൊന്ന് പാവങ്ങൾക്ക് കൊടുക്കരുത് കേട്ടാ. അവർക്കില്ലാത്ത രോഗങ്ങൾ പിടിക്കുവേ രണാസുന. അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്, എന്നെ ആ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ അറിയാം. അവരിറക്കിയ വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഡ്രസ്സിൽ ഞാൻ ചെയ്യൂല, കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാനാണ് പറഞ്ഞത് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞപ്പോൾ അയാൾ കുറെ നേരം മിണ്ടുന്നത്. അപ്പം അവരുടെ നാടകം കഴിഞ്ഞു. അതായത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ തെറുത്താത്ത കള്ളി മറ്റവൾക്ക് കൊടുക്കാനുള്ള വീഡിയോ ആയിരുന്നു ഇത്. അല്ല, നിനക്ക് കള്ളിന്നും മറ്റവളെന്നൊക്കെ നിനക്കെല്ലാരെയും വിളിക്കാം അല്ലേ? നിന്നെ ആർക്കും ഒന്നും പറഞ്ഞുകൂടാ. നിനക്കെല്ലാരെയും വിളിക്കാം. നല്ല ന്യായം തന്നെ കേട്ടാ. അല്ല, നീ ആ ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഡ്രസ്സ് നിനക്ക് കംഫർട്ടബിളായ ഡ്രസ്സേ നീ ഇടോളെന്ന്, നിനക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സേ നീ ഇടോളൂ. നീ എന്തോന്ന് മാനമര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കണോളാണ്. നിൻ്റെ ആ സബ്സ്ക്രിപ്ഷൻ ലൈവ് എടുത്ത് നോക്കുമ്പോൾ അറിയാമല്ല. അല്ലാതെ ഉള്ളത് തന്നെ ഒരു കറുത്ത ഡ്രസ്സ് ഇട്ടും കൊണ്ട് നീ ആ മീഡിയയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് മീഡിയയുടെ മുന്നിൽ നീ കുനിഞ്ഞിട്ട് നീ ഇട്ടാട്ടണ കണ്ടല്ല. അമ്മൂമ്മേരെ കടുക്കം കണക്ക്. നാണമില്ലേ നിനക്ക് പറയാൻ? വയസ്സായില്ലേ? വയസ്സ് തൈക്കിളവിയായില്ലേ? ഇനിയെങ്കിലും അങ്ങ് നിർത്തിക്കൂടെ? ഇവര് ആ മറ്റവള് ഇനിയിപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ ആൽബത്തിന് വിളിക്കുന്ന എനിക്ക് പേടിയുണ്ട്. കാരണം ഇവളുടെ പറവിലുള്ള ചതിക്കുലിയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ആര് വിളിച്ചാലും ഞാൻ അറിയാവുന്നവരെ വിളിച്ചാൽ മാത്രമേ, എന്റെ മാനേജറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യൂ. ഓ, നിനക്ക് ദാസപ്പനും മറ്റോരും ഒക്കെ വിളിച്ചാലല്ലേ നിനക്ക് ആടാൻ പറ്റുള്ളൂ. നീ അല്ലാതെ ഈ ഒരു ആൽബത്തിൽ നീ ഈ തുടങ്ങിയ സമയത്ത് നീ പറയുന്നുണ്ടല്ലോ, ഞാൻ മുമ്പ് അഭിനയിച്ചതാണ്, ഞാൻ ഒരു പ്രാവശ്യം അഭിനയിച്ചിട്ടുണ്ട്, ആൽബത്തിൽ ഞാൻ ഒരു പ്രാവശ്യം അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ നീ പറഞ്ഞ് ഓരോ കോലങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ. കൊള്ളാം, നല്ലതാണ് കേട്ടോ. പറയുമ്പോഴേ തള്ളുമ്പോൾ കുറച്ചൊന്ന് തള്ളണം, മയത്തിൽ തള്ളണം കേട്ടാ രണാസുന. ഈ കിച്ചുവിനെ പറഞ്ഞതിൻ്റെ ഫലമായിരിക്കും നീ അനുഭവിക്കണത്. നീ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ. ഫുള്ള് മീഡിയയുടെ മുന്നിൽ തള്ളാണ്. കുറേ എണ്ണത്തിനെയാണ് കൂട്ടത്തോടെ വിളിച്ചോണ്ട് വന്ന് നിർത്തിയിരിക്കണം. ഇവള് പോണിടത്ത് പലരും ചോദിക്കാറുണ്ട്, ഇവള് പോണിടത്ത് എന്ത് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് വരണത്? ഈ മീഡിയക്കാർ യഥാർത്ഥത്തിൽ ഇവരെ എല്ലാവരെയും കൂടെ ഇവള് ഫോൺ വിളിച്ച് വരുത്തിയിട്ട് ഇവർ വന്ന അവരെ കൂടെ വിളിക്കണം. ഒരു 5, 6, 7 പേരെ മീഡിയക്കാരെയാണ് വിളിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തണത്. നിനക്കൊന്ന് നാണയില്ലേ? എവളെ പിറക്കിയെന്ന് ഇങ്ങനെ നടന്ന് എവളെ കൈയും കാലും ശരീരാവയവങ്ങൾ എടുത്ത് വെളിയിലോട്ട് ഇട്ട് കൊടുക്കാൻ നാണയില്ലേ? ഇവൾക്ക് ചെയ്യിക്കാൻ ഇവൾക്ക് നാണയില്ലേ? ഇത് കണ്ട് മടുത്ത് ഒന്നും തുറക്കാൻ പറ്റണില്ല. എന്നിട്ട് ഇവള് വന്നിരുന്നോണ്ട് ബാക്കിയുള്ളവരെ ഇരുന്നും കൊണ്ട് തെറിത്തള്ള. ആരാണ് യഥാർത്ഥത്തിൽ? സത്യം പറയാലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സീൻ പറഞ്ഞു തരും. അപ്പൊ രാവിലത്തെ സീനൊന്നും കുഴപ്പമില്ല, ഒരു പൂ തരുന്ന സീനാണ്. അത് നിങ്ങളെല്ലാം കണ്ടു കാണും. ഇയാള് തന്നെ പറഞ്ഞ് പ്രമോഷൻ കൊടുക്ക്. ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ പൂ കൊടുക്കണ സീൻ അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ കാറിലെ മൂടി അടച്ച് ഒളിച്ചോടുന്നതാ. നിനക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സാണെങ്കിൽ നീ ഇതിൻ്റെയൊന്നും അപ്പുറത്തെ ഡ്രസ്സാണല്ലോ ഇട്ടുകൊണ്ട് കിടക്കണത്. ഇതിൻ്റെയൊന്നും വേറും കൂതറയായ ശരീരം മൊത്തവും പ്രദർശിപ്പിച്ച് കാണിക്കുന്ന ഡ്രസ്സാണല്ലോ നീ ഇട്ടുകൊണ്ട് കിടക്കണം. ഇപ്പം ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ നീ വന്നിരുന്ന് തള്ളുന്നുണ്ടല്ലോ.
പറയേ ബാക്കിയൊക്കെ. തൊട്ട് ഇയാള് മാറ്റി മറിച്ചും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ എന്ത് സീൻ അടുത്ത് എടുക്കാൻ പോകുന്നത്, ഇയാൾ ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്, ഇതാണ് ഇടേണ്ടത്. ഇയാളുടെ വൈഫാണ്. ഇയാളുടെ വൈഫ് വന്നിട്ട് ഓരോന്ന് വീഡിയോ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ വീഡിയോ പിടിക്കുന്നത്? ഞാൻ വെറുതെ, എനിക്കിതൊന്നും അറിയത്തില്ല. അതെന്ത് അയാളെ വൈഫ് വീഡിയോ പിടിച്ചാൽ എന്ത്? ഒരു ഭർത്താവ് ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ ഭാര്യ അതിനെന്ത് വീഡിയോ പിടിച്ചാൽ എന്തൊരു കുഴപ്പം? നിനക്ക് അത് മോശമല്ലേ? അപ്പോഴും ബാക്കിയുള്ള മീഡിയക്കാരെ അവിടെ നിർത്താൻ പറ്റണില്ലേ? ഇതുപോലെ ഇല്ല മറ്റോമാരെ പോലെ ഇല്ല പന്ത് തട്ടാനായിട്ടുള്ള അവസരം രണാസുനയ്ക്ക് കിട്ടിയില്ല, അതുപോലെയുള്ള അവസരം. അതുകൊണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഇവരെല്ലാം ഒത്തോണ്ട് ഷെഫീന ബീവി എന്ന് പറയുന്നത്, അതായത് ഈ തെറുത്താത്തയ്ക്ക് കൊടുക്കാനുള്ള തെളിവുകളായിരുന്നു ഇതെന്ന് എനിക്ക്. എന്തായാലും അമ്മച്ചി കരഞ്ഞു മെഴുകുന്നുണ്ട്. ഇതാ കേട്ടോളൂ അടുത്തത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാര് കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ നീ അവിടെ ഇതുപോലെയാണല്ലോ, നീ ദുബായിൽ റാസൽ ഗൈമയിൽ പോയിട്ട് നിനക്ക് ഇത് തന്നെ പരിപാടിയല്ല. നിനക്ക് നീ മദ്യവും കഴിച്ച് നീ അവിടെ കിടന്ന് ആടയല്ലേ? നീ കണ്ട കൂതറ എല്ലാം കൂടെ വലിച്ച് കയറ്റിക്കൊണ്ടല്ലേ നീ അവിടെ കിടന്ന് ബാർ ഡാൻസ് എന്നും പറഞ്ഞ്. നിനക്ക് മാത്രം എന്താണ് ഈ ബാർ ഉദ്ഘാടനം അവിടെ നീ കിടന്ന് ഡാൻസ് ആടുന്നതും ഓരോരുത്തന്മാരോടെ കിടന്ന് കാണിക്കണതും, അതുപോലെ പിന്നെ എന്തോന്ന് ഒരു ആൽബോ ഷോർട്ട് ഫിലിം എന്തരാ കുന്തറാണ്ടോന്നും പറഞ്ഞ് കള്ള് ഷാപ്പിൽ കിടന്ന് നീ ആടിയതാ. ഇങ്ങനെ ഓരോരുത്തന്മാർ തട്ടിക്കളിച്ച് അമ്മാനാടിയതാ, അങ്ങോട്ടും ഇങ്ങോട്ടും പന്തെറിയും കണക്ക്. അതിനൊക്കെ കൊള്ളാം. അപ്പം ഇതിലിപ്പോൾ ലിപ് ലോക്ക് ചെയ്യാൻ പറ്റൂല, അവന്മാർ തൊടാൻ പറ്റൂല. ഈ ആൽബത്തിൽ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് പറയണത്. നല്ല ഇതായി. ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. ഇന്നത്തെ അടുത്ത ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിൻലാൽ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ഉള്ളതാണ് നമ്മൾ കണ്ടത് തന്നെ. നിന്റെ മറ്റേ ആ സീനുകളൊക്കെ നമ്മൾ കണ്ടത് തന്നെ. നീ തന്നെ ഞാൻ എന്തൊരു വേണോ ചെയ്യാം എന്നും പറഞ്ഞ് നീ അല്ലേ അങ്ങോട്ട് എന്ന് ശരീരം കൊണ്ട് ഉരച്ചു കൊടുക്കണം. ദാസേട്ടാ ഇവിടെ മുത്തുന്നു, ദാസേട്ടാ ചുണ്ടിൽ മുത്ത്, ദാസേട്ടാ നെറ്റിയിൽ മുത്ത്, ദാസേട്ടാ ശരിയാവണില്ല ദാസേട്ടാ, ഞാൻ നേരെ പിടിക്കാം. നീയല്ലേ രണാസുന, നീയല്ലേ അങ്ങോട്ട് ചെന്ന് അയാളെ അടുത്ത് അങ്ങോട്ട് ചെന്ന് അവന്മാരടുത്ത് കയറണത്. അപ്പം അതിനൊക്കെ നിനക്ക് കൊള്ളാമല്ലേ? ഇതിപ്പോൾ അയാളെ ഭാര്യയും കൂടെ നിന്നപ്പം നിനക്കത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഭാര്യ കണ്ടോണ്ടിരിക്കുകയല്ലേ, അത് ശരിയാവൂല. മറ്റുള്ളവരെ ഭാര്യമാർ ആ സീനിൽ ദാസപ്പൻ്റെ പഴംപൊരി ദാസൻ്റെ ഭാര്യയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നീ എന്തേലും വേണോ ചെയ്യെന്നും പറഞ്ഞ് നീ കതിച്ച് കയറണുണ്ട്. ഇപ്പം നിനക്കത് നാണക്കേടല്ലേ? കാരണം അയാളെ ഭാര്യ ഇല്ലാതിരുന്നെങ്കിൽ നീ കുറച്ചുകൂടെ കയറി പിടിക്കാൻ നിന്നന, അങ്ങോട്ടങ്ങോട്ട് കതിച്ച് കയറിയനെ. അകത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാര് എന്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരുടെ വെളിയിൽ ഇവരൊന്നും അറിയണില്ല. നീ വിളിച്ച് വരുത്തി എല്ലാം നിന്റെ ഡ്രസ്സ് എങ്ങോട്ടാണ് മാറണത്, അല്ലെങ്കിൽ പറയും മാറ്റി വെയ്യെന്നും പറഞ്ഞിട്ടാണ് സൂം ചെയ്ത് അവര് പിടിക്കണത്. പറഞ്ഞു തരുവാന്ന് ഓർത്തെ. ഇവൻ എന്നിട്ട് ഇവരെ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. പ്രമോഷന് വേണ്ടിട്ട് വിളിച്ചു വരുത്തി. കള്ളം. ഞാൻ കണ്ടതാണ് വീഡിയോ. ഈ രണാസുനയാണ് വിളിക്കുന്ന റെക്കോർഡ് വരെ പുറത്തു വിട്ട്. രണാസുനയാണ് വിളിച്ച് വരുത്തിയത് ഇവന്മാർ അത്ര എണ്ണത്തിന്. എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത ഒരു മീഡിയക്കാരെ കൂടെ വിളിക്കേ. കള്ളത്തരം പറയുന്നത്. നിനക്ക് നാണയില്ലേ? ഇവൻ തന്നെയാണ് എന്നോട് നമ്പർ വെച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രമോഷന് വേണ്ടി വിളിച്ചു വരുത്തിയ ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് സഹോദരങ്ങളുണ്ട് മീഡിയക്കാർ. ഞാൻ പറഞ്ഞു ചേട്ടാ അല്ലേടാ ഇന്ന പോലെ പറയുന്ന ആ ഡ്രസ് ഇട്ട് എനിക്ക് ഒട്ടും പറ്റില്ല, കംഫോർട്ടബിൾ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കരയുക. അപ്പൊ എന്നോട് രേണുവിന് കംഫോർട്ടബിൾ അല്ലേ? രേണു ഡ്രസ് ഇട്ടപ്പോൾ നീ അല്ലാതെ നിനക്ക് പൊക്കി കാണിച്ചു കൊടുക്കാല്ലേ? നീ ബാക്കിയുള്ളവരെ മുന്നിൽ നീ പൊക്കി കാണിച്ചു കൊടുക്കണതെല്ലാം നീ മീഡിയക്ക് ഇട്ട് കൊടുത്തിട്ട് നീ നിന്റെ സഹോദരന്മാരെന്ന് പറയണ അവരെടുത്ത് പറയുമല്ലോ, എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് നെഗറ്റീവ് വേണോന്ന്. അതിന് കൊള്ളാല്ലേ? ഇപ്പൊ എന്ത് എന്നിട്ട് ഇവൻ ചെന്ന് പറഞ്ഞത് എന്നോടെല്ലാം പറഞ്ഞു തന്നെ. എന്നോട് അങ്ങനെ ഒരു സീൻ പറഞ്ഞു തന്നെങ്കിൽ എനിക്ക് കംഫോർട്ടബിൾ ആണ് ഞാൻ അഭിനയിക്കും, കംഫോർട്ടബിൾ അല്ലാത്ത ഞാൻ അഭിനയിക്കില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ, രണാസുനേര കാര്യങ്ങൾ. ഈ ആളിന്റെ ഭാര്യ നിന്നതാണ് ഇപ്പൊ പ്രശ്നമായത്. ഭാര്യ കൂടെ ഇല്ലായിരുന്നെങ്കിൽ രണാസുനയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് സ്വാതന്ത്ര്യമായിട്ട് ഈ ദാസപ്പൻ്റെ കൂടെയൊക്കെ കാണിക്കും കണക്ക് ആ ചേട്ടാ ഇവിടെ മുത്ത്, ആ ചേട്ടാ ഇവിടെ ലിപ് ലോക്ക് ചെയ്യ്, ആ ചേട്ടാ ഇങ്ങനെ കെട്ടിപ്പിടി എന്നൊക്കെ രണാസുനയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് പറ്റണില്ല. ഇതാണ് അവിടെ നടന്നത്. പുള്ളിക്കാരി പക്ക ഫ്രോഡാണ്. നമസ്കാരം, രേണുസതിയാണ്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ ഈ ഷെഫീന തെറുത്താത്തയുടെ. അല്ല, നീ ഈ തെറിത്താത്ത എന്ന് നീ അവരെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ. നിന്നെ എന്താണ് വിളിക്കാനുള്ളത്? നീ തെറിത്തള്ള അല്ലേ, അല്ലെങ്കിൽ തെറി തൈക്കളവി തള്ള എന്ന് വേണം വിളിക്കാനുള്ളത്.
അങ്ങനെ ഉള്ള ഒരാൾ മറ്റൊരാളിനെ പറയേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായി? നിൻ്റെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അത് ആ കണ്ടുപിടിച്ച് അവിടെ പറഞ്ഞത് കൊണ്ടാണ് രണാസുന ഇത്രയും പറഞ്ഞത്. അല്ലെങ്കിൽ ആ കിച്ചുവിൻ്റെ കൂടെ പോയി നിന്ന് ഒരു ഫോട്ടോ എടുത്തത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? അതിന് ഇത്രയും കാണിച്ച് ഇത്രയും കോലങ്ങൾ ഉണ്ടാക്കേണ്ടി വല്ല കാര്യം ഉണ്ടായിരുന്ന രണാസുന പറ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്. വെള്ളം അടിച്ചിട്ട് ചിലപ്പോൾ ആഭരണം എടുത്തോണ്ടൊന്ന് മുങ്ങിയായിരിക്കും. ഇതുപോലെ ആണല്ലോ അവിടെ റാസൽ ഗൈമയിൽ പോയിട്ട് സുധീര പെട്ടിയിൽ നിറച്ച് കൊണ്ടുവന്നിട്ട് അതിനെ അവിടെ തൂക്കിയെടുത്ത് വെച്ചില്ലേ. എന്നിട്ട് പറഞ്ഞെന്താണ്, പെട്ടി കണ്ണ് വീണുപോയി, അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സംഭവം എല്ലാ ബൾക്കയും എല്ലാം വെള്ളം അടിക്കണ എല്ലാ സാധനവും കുപ്പിക്കണക്കിന് കൊണ്ടുവന്ന് എല്ലാം കൂടെ അവിടെ പിടിച്ചിട്ട്, അതാണ് അവിടെ നടന്നത്. പുള്ളിക്കാരിക്ക് ഇനി കൊണ്ടുവരാൻ പറ്റിയില്ല. അതിൻ്റെ വൈരാഗ്യമാണ് ഇതത്രയും കാണിച്ചു കൂട്ടുന്നത്. നാട്ടിലെത്തിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാക്കപ്പി പോലും ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് കോടീശ്വരിമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ടും. അവരുടെ വീട്ടിലും പോകുമ്പോൾ അവരെന്നോട് വിശ്വസിച്ച് കയറ്റാൻ പറ്റുന്ന ഒരാൾ രേണുവാന്നാണ് പണ്ടും എന്നോട് പറഞ്ഞത്. ആരുടെ ഒരു സോഡാക്കുപ്പിയോ. രണാസുനയ്ക്ക് എപ്പോഴും ചിന്ത സോഡാക്കുപ്പി, ചാരായക്കുപ്പി, ഈ ചിന്ത മാത്രമേ ഉള്ളൂ. ഒരു മുട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു മാറ്റില്ല. ഇവർ ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മൾ ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45, 20, 30 രൂപയുടെ ഒക്കെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇത് ഇടോ രേണോന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായിപ്പോയി. എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി, അവരുടെ വീട്ടിലായിപ്പോയി. അത് അവരടിച്ചു മാറ്റി വെച്ചേക്കുമല്ലോ, എനിക്കങ്ങനെ പറയാലോ. വില കൂടിയ ഷൂവും ഷോർട്സും പിന്നെ അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളാണെന്നും നിന്റെ എല്ലാവർക്കും അറിയാം. നീ ഒരേ സ്ഥലത്ത് വന്നിരുന്നുണ്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ വില കൂടിയ ഇത്രയാണ്, 50,000-ൻ്റെ ചെരുപ്പാണെന്നും ഒക്കെ നീ പൊക്കി കാണിക്കുന്നുണ്ട്. ഡയമണ്ട് മോതിരമുണ്ട്, ഇതെല്ലാം അവിടെ പോയി അടിച്ചു മാറ്റിക്കൊണ്ട് വരണതാണ്, ഒക്കെ കടത്തിക്കൊണ്ട് വരണതാണ്. എന്തര ആവട്ടെ, നീ ഈ സുതിയെ വെച്ചിട്ടാണ് തിന്ന് നീ ഇത്രത്തോളം നീയും നിൻ്റെ കുടുംബവും ഇങ്ങനെ ആയത്, ഇത്രയും ലക്ഷക്കണക്കിന് ഉണ്ടാക്കിയത്. എന്നിട്ട് ബാക്കിയുള്ളവരെ അവരെ മൊത്തത്തിൽ സഹായിച്ചവരെ മൊത്തത്തിൽ നീയും നിൻ്റെ കുടുംബവും ഇരുന്ന് ചീത്ത വിളിച്ച്, നിൻ്റെ വീട്ടുകാരും ഇരുന്നും കൊണ്ട് അപരാധം തങ്കപ്പൻ ചേട്ടനും എല്ലാവരും കൂടെ ഇരുന്നും കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കിച്ചുവിൻ്റെ ശാപവും നീ ഓരോന്നും മീഡിയയുടെ മുന്നിൽ വന്ന് ഇന്നും കൊണ്ട് കിച്ചുവിനെ പറയുന്നുണ്ടല്ലോ, കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ എങ്ങാണ്ട് എന്തോന്നിനാ വന്നിട്ട് മീഡിയ അവനെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട് അവിടെ പോണില്ലേ? അവിടെ പോണില്ല. ഇപ്പം ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ പോണില്ല. നീ ഇപ്പം പോയിട്ട് എന്ത് വേണം? നീ എവിടെയും പറയുമായിരുന്നല്ല, ഞാൻ കിച്ചു എൻ്റെ മോനാണ്, കിച്ചു എന്നെ അമ്മേന്നാണ് വിളിക്കുന്നത്, എൻ്റെ ഷൂ ചേട്ടാ. ഇതിൽ വെച്ച് മനസ്സിലായി നിൻ്റെ നുണയണെന്നും നിൻ്റെ പണത്തിന് വേണ്ടി നീ സുതിയെ വെച്ചിട്ട് മുതലാക്കണമെന്നും. നീ സുതിയെ വെച്ച് വിറ്റ് തിന്ന് നീ മുതലാക്കി. ഇതിൻ്റെ പിറക്കെ കുറേ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണമുണ്ട്. നല്ല അഭിനയം രേണു.